ബിഗ് ബെൻ എന്താണ് ആ ഒരു ടൈറ്റിലിന്റെ പിന്നിലുള്ളത്? ബിഗ് ബെൻ ശരിക്കും ആ ലണ്ടനിലെ ക്ലോക്ക് ടവർ ആണ് അതിൽ കാണുന്നത്. അതാണല്ലേ അതിന്റെ പേരാണ് ബിഗ് ബെൻ. സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ഒരു ഭാഗ്യം, ആർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഇമോഷൻസും ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അത് നമുക്ക് ചെയ്യാൻ. അങ്ങനത്തെ ത്രില്ലർ ടൈപ്പ് ഫിലിം വരുന്നുണ്ട്. അത് എങ്ങനെ അങ്ങനെ ചൂസ് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് അങ്ങനെ സംഭവം? ഈ കഥയിലേക്ക് എങ്ങനെയാണ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്? എങ്ങനെയാണ്, അതായത് എവിടെയാണ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഓൾറെഡി നടന്നു. നമ്മൾ ഈ അടുത്തിടയ്ക്കും ആ ഒരു ഇൻസിഡന്റ് ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള. ഇതിനെല്ലാം പുള്ളിയുടെ കൂടെ നിന്ന് കണ്ട് സിനിമ ഓണായി, ദുൽഖറിനായി സിനിമ ഓണായി ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ പോയി കാണുന്ന ആ മൊമെന്റ് വരെ എനിക്ക് ഫുൾ ആ സിനിമയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അപ്പൊ കാതലിന്റെ റൈറ്റർ ആദർശയുടെ കാതൽ എന്ന് പറഞ്ഞ മൂവിയുടെ റൈറ്റർ ഒരു സെന്റർ, ഞാൻ ഒരു സമയം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് ഇപ്പോഴും അത് കേൾക്കാറുണ്ട്, ഏലോ എന്ന് പറഞ്ഞ സോങ് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് സിനിമ എപ്പോഴും ഇഷ്ടമാണ്. കാരണം അപ്പം മുതൽ നമ്മുടെ ഫാമിലി കുടുംബം ജീവിച്ചു പോകുന്നത് സിനിമയാണ്. ഹായ് ഹലോ, ബിഗ് ബെൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അതിലെ നായകനും നായികയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം അനു മോഹൻ ആൻഡ് അതിഥി ദേവി. വെൽക്കം ടു സിപ്ടെക്സ് ടോക്ക്. താങ്ക് യു. ഓക്കെ, അപ്പം ബിഗ് ബെൻ ആണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വിശേഷം എന്ന് പറയുന്നത് ബിഗ് ബെൻ ആണ്. ഇപ്പോൾ ഒരു അടിപൊളി ട്രെയിലർ ഞാൻ അതിനെ കണ്ടു, നല്ല മ്യൂസിക്, നല്ല എഡിറ്റിംഗ് ഒക്കെ ഉള്ള. അപ്പോൾ എഡിറ്റിങ്ങിൽ എനിക്ക് ഒരു ത്രില്ലറാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിലെല്ലാം ഷൂട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ബാക്കി എന്താണ് ബിഗ് ബെൻ എന്ന സിനിമ? ബിഗ് ബെൻ ഈ പറയുന്നത് ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ മൂഡിലുള്ളൊരു സിനിമയാണ്. ഒരു ഫാമിലിയുടെ അവരുടെ റിലേഷൻഷിപ്പും ലണ്ടനിൽ ചെന്നിട്ടുണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസും അതുമായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പല സിറ്റുവേഷൻസും അത് അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് സിനിമ മൊത്തത്തിൽ സംസാരിക്കുന്നത്. ഒരു അതിനകത്ത് ഈ പറയുന്ന ഒരു ഫാമിലി റൊമാൻസ് ത്രില്ലർ മൂഡിലുള്ള എല്ലാ ഒരു സ്വഭാവങ്ങളും കടന്നു പോകുന്നൊരു കഥ തന്നെയാണ്. ക്യാരക്ടർ എന്തായിരുന്നു? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ജീൻ എന്നാണ്. ജീൻ ഒരു പോലീസ് ഓഫീസറാണ് നാട്ടിൽ. അപ്പോൾ ജീൻ മകളുമായിട്ട് വൈഫിൻ്റെ അടുത്തേക്ക്, വൈഫ് അവിടെ UK നേഴ്സാണ്, അപ്പോൾ വൈഫിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഇതുവരെ ഒരു മുൻ പരിചയമില്ലാത്ത, കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടമുള്ള, പുറത്തുപോയി താമസിക്കാൻ താല്പര്യമില്ലാത്ത, എന്നാൽ ഭാര്യനെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ജീൻ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ജീൻ്റേതായിട്ടുള്ള പല അഹങ്കാരങ്ങളും ഉണ്ട്, സ്വഭാവ സവിശേഷതകളുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് നോർമലാവും. അപ്പം ആ ഒരു സ്വഭാവ ദൂഷ്യം കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അത് അവിടുത്തെ UK നിയമം അതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അത് കാരണം ഇവർ ഈ ഫാമിലി ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം അത് എൻ്റെ തുടർച്ചയാണ് സിനിമ. ചേച്ചിയുടെ ക്യാരക്ടർ ഇതിന്റെ പകുതി വരെ ഞാനും ഉണ്ട് കൂടെ. പക്ഷെ ആള് അല്ല, ഞാൻ ഇത്ര എളുപ്പത്തിലാക്കാൻ പറ്റാൻ നോക്കിയതാ. എൻ്റെ ക്യാരക്ടർ പേര് ലവ്ലി എന്നാണ്. ലവ്ലി പറഞ്ഞ പോലെ ഈ UK നഴ്സിംഗ് പഠിച്ച് അവിടെ ജോലി ചെയ്യുന്ന ഒരു ലേഡിയാണ്. എൻ്റെ ഹസ്ബൻഡായിട്ടാണ് അനുചേട്ടയിൽ ചെയ്യുന്നത്. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. അപ്പോൾ ഈ കുഞ്ഞും ഹസ്ബൻഡൊക്കെ നാട്ടിൽ, ഞാനവിടെ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവിടെ നാട്ടിൽ ഒത്തിരി ഈ നേഴ്സുമാർ കുടുംബമൊക്കെ മാറ്റി നിർത്തി അവിടെ ജോലിക്കൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് എൻ്റെ. കാരണം ഫാമിലിക്കും ജോലിയും എല്ലാം ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന, എന്നാൽ ഫാമിലീനൊക്കെ വിട്ട് മാറി നിൽക്കുന്ന ഒരു കഥാപാത്രം. അപ്പം അതിലേക്ക് പിന്നെ ഈ ഹസ്ബൻഡ് സാധാരണ ഗൾഫിൽ നിന്ന് ഹസ്ബൻഡ് നാട്ടിലേക്കാണല്ലോ, ഇത് ഇവിടെ നിന്ന് ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നതാണ്. പിന്നെ ഈ രണ്ടുപേരുടെ ലൈഫിൽ UK വെച്ച് നടക്കുന്ന ചില കാര്യങ്ങളും അത് ഒരുമിച്ച് ഫേസ് ചെയ്യുന്നതും, പിന്നെ അതാണ് ഇതിൻ്റെ ഒരു കഥയുടെ ഒരു പോക്ക്. ഈ കഥയിലേക്ക് എങ്ങനെയാണ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്? എങ്ങനെയാണ്, അതായത് എവിടെയാണ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഓൾറെഡി നടന്നു. നമ്മൾ ഈ അടുത്തിടയ്ക്കും ആ ഒരു ഇൻസിഡന്റ് ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള. സിനിമ കാണുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ട്രൂ സ്റ്റോറി മീൻസ് ഫുൾ കഥ അതേപോലെ അല്ല. അപ്പം ജെയിൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ജെയിൻ പോലീസാണെന്നുള്ളത് സംവിധായകനും സ്ക്രിപ്റ്റ് ഭാവനയാണ്. ആ ഒരു ഇൻസിഡന്റ് നമ്മൾ ട്രൂ ഇൻസിഡൻസിനകത്ത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തത്. ഓക്കെ, ഇനി 12th മാനിൽ അതേതെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ 12th മാൻ ആയാലും സീക്രട്ട് ഹോം ആയാലും പിന്നെ ഇപ്പോൾ അഞ്ചൻ്റെ എല്ലാ സിനിമയിലും കൂടുതൽ ഞാനൊരു ഫുൾ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനത്തെ ത്രില്ലറുകളോട് പ്രത്യേക എന്തോ താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നി. കുറേ അങ്ങനത്തെ ത്രില്ലർ ടൈപ്പ് ഫിലിം വരുന്നുണ്ട്. അത് എങ്ങനെ അങ്ങനെ ചൂസ് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് അങ്ങനെ സംഭവം വരുന്നത്?
അങ്ങനെയല്ല, എന്നിലേക്ക് വന്ന കഥകൾ കൂടുതലും ഈ പറയുന്ന ഒരു ഡാർക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെയാണ് കൂടുതലും. ഇപ്പം ഞാൻ പക്ഷേ ഇനി വരാനുള്ളത്, ഞാൻ ബാസിയും കൂടെ ചെയ്തൊരു സിനിമയുണ്ട്, അത് ലവ് സ്റ്റോറിയാണ് ശരിക്കും. അതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയും ഒരു ഇത്തിരി ഹ്യൂമറായിട്ടൊക്കെ പോകുന്ന സ്വഭാവത്തിലുള്ള സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതലും ഈ പറഞ്ഞത് ശരിയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരേ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാലും ത്രില്ലർ എലമെന്റ് ഉണ്ടെന്നേ ഉള്ളൂ. സിനിമകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരുന്നു. അയ്യപ്പനും കോശിയും ബിഗ് ബെന്നും നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. സീക്രട്ട് ഹോമും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കഥയാണ്. അപ്പം ഒരു ത്രില്ലർ സ്വഭാവം അല്ലെങ്കിൽ ഒരു സീരിയസ് എലമെന്റ് ആ സിനിമകളിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ഭയങ്കര ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ചെയ്തിട്ടില്ല. സീരിയസ് ലുക്ക് ഉള്ളതുകൊണ്ടായിരിക്കും കാണുമ്പോ ഇത്തിരി. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് കുറച്ച് കാലം കൊണ്ട് കുറച്ച് സിനിമകളാണ് നല്ല എന്താ പറയാ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചിക്ക്. അതുപോലെ തന്നെ എല്ലാ ആക്ടേഴ്സിൻ്റെ കൂടെ മാക്സിമം ആക്ട് ചെയ്യാൻ പറ്റി, ആ സിനിമയിൽ ആക്ട് ചെയ്യാൻ പറ്റി എന്നും തോന്നിയിട്ടുണ്ട്. ശരിക്കും ഞാൻ നോക്കുക ആദ്യത്തെ സിനിമകളിലൊക്കെ ഓഡീഷൻ വഴിയാണ് സിനിമയിൽ. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ നമ്മളിലേക്ക് സിനിമ എത്തുമല്ലോ, അതായത് കഥകൾ എത്തി നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത ശേഷം ഇങ്ങനെ നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം കിട്ടി, നമ്മളെ തേടി കഥ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ എത്രത്തോളം ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്? മെയിനായിട്ട് കഥ തന്നെയാണ്. വരുമ്പോൾ നമുക്ക് നല്ല കഥയാണ്, അതിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്കത് സന്തോഷമാണ്. അപ്പോൾ വരുന്നതിൽ നിന്നാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ സ്റ്റോറി നോക്കിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞത്. അതായത് എന്താ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇതിപ്പോൾ എങ്ങനെയായിരിക്കും കഥ, അതുവരെ നമുക്ക് ഓഡീഷന് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓഡീഷന് പോവാം, നമുക്ക് ഇഷ്ടമായിട്ട് ആ ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ നമുക്ക് കഥ വേണം എന്നുള്ളതാണ്. ഇത് നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോഴും തോന്നുമല്ലോ. അത് ആ കഥയാണ് അപ്പോൾ നമ്മൾ നോക്കുന്നത്. ആ കഥ കേൾക്കുമ്പോൾ ഇതിൽ എനിക്കും ഒരു കഥാപാത്രത്തെ പറ്റി അവരിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓക്കെ എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണോ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് താങ്ങുമോ എന്നുള്ളതുള്ള അത് ഞാൻ ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ എനിക്കൊരു പോലീസ് വേഷമൊക്കെ വന്നിരുന്നു സേതു ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ. ഞാൻ സേതു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, സേതു ചേട്ടാ എനിക്കത് എടുക്കാൻ പറ്റും തോന്നുന്നില്ല, കുറച്ച് അതിനുവേണ്ടി ഒരു ഫിസിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു റോളായിരുന്നു. അപ്പം നമുക്ക് ചിലത് എനിക്ക് ചേരുമോ എന്നുള്ളത് ഞാൻ നോക്കാറുണ്ട്. അപ്പം അങ്ങനെ വരുന്നതിൽ എനിക്ക് ചേരുന്നതും എനിക്ക് ഇഷ്ടമുള്ളതും എനിക്ക് ഇഷ്ടപ്പെട്ട ടീമൊക്കെ ആണെങ്കിൽ ഞാനത് ചൂസ് ചെയ്യും. കഥ കേട്ടിട്ട് എനിക്ക് പറ്റുന്നതാണോ എന്നുള്ളതാണ്. ഇപ്പോഴും സിനിമയിൽ നോക്കുകയാണെങ്കിൽ ചലഞ്ചിങ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ഈ സീൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വേറെ ചെയ്യാൻ പറ്റില്ല. അയ്യോ ഇത് വന്നാൽ എനിക്ക് പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ചില കഥയ്ക്ക് ചിലപ്പോൾ ക്യാരക്ടർ അങ്ങനെ ആവുന്നുള്ളൂ, ചില സ്റ്റോറിയും കൂടി അതിൽ വരുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി കുറച്ച് എങ്ങനെയാണെന്ന് നോക്കും. ചിലത് എനിക്ക് ചെയ്തിട്ട് വെറുതെ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് കണ്ടിട്ട് ആളുകളെ കൊണ്ടും പറയിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പം നമുക്ക് പറ്റുന്നതാണോ എന്നുള്ളത് ഇതുവരെ വന്നിട്ടുള്ളത് അങ്ങനെയാണ്. ഇപ്പൊ 1 or 2 ഒക്കെയാണ്. അപ്പം ഞാനിപ്പോൾ അടുത്തത് ഇറങ്ങാൻ പോകുന്ന ലിക്കർ ഐലൻഡ് എന്ന് പറഞ്ഞ സിനിമ സുരാജേട്ടനും ഞാനും കൂടെ, അത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, വളരെ ഹെവി ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് ഇതേ ഡൗട്ട് അന്നുണ്ടായിരുന്നു കഥ പറഞ്ഞപ്പോൾ. അപ്പം അത് അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ റെഡിയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ഇത്തിരി ഭാരം തോന്നിയൊരു ക്യാരക്ടറാണ്. ഒത്തിരി പെർഫോമൻസിന് സാധ്യതയുള്ളൊരു സബ്ജക്റ്റാണ്, റോ ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ സുരാജേട്ടനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, റോഷൻ മാത്യു. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല സംഭവങ്ങളായിരുന്നു അതിന്. അപ്പോൾ ഇതേ കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു, എന്നെക്കൊണ്ട് എനിക്ക് പറ്റുമോ അത് ചെയ്യാനായിട്ട്, ഒത്തിരി സീക്വൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ ആ സമയത്ത് ഡയറക്ടറാണ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്, അതിഥിക്ക് പറ്റും എന്നാണ്. ഞങ്ങൾ അതിഥി ഓക്കെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടും. അപ്പോൾ കഥ കേട്ടാലും ആഫ്റ്റർ ഓൾ സിനിമ ചെയ്യാൻ വളരെ ആഗ്രഹവും കൊതിയൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് ഈ ഓഡിയൻസിനെയും കൂടി നമ്മൾ ചിന്തിക്കണമല്ലോ. നമ്മളിത് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് കൂടി ചിന്തിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എവിടേക്ക് വരുമ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ആദ്യം താല്പര്യം ഇല്ലാണ്ട് സിനിമയിലേക്ക് വന്നതാന്നുള്ളതുണ്ടായിരുന്നു. ഏത് ലൈഫിൽ ഇപ്പോൾ കുറേ സിനിമകൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കുമോ അതോ എപ്പോഴായിരുന്നു ആ ഒരു ഇൻട്രസ്റ്റ് ശരിക്കും എനിക്ക് സിനിമയാണെങ്കിൽ ആക്ടിങ്ങിലേക്ക് കാര്യമായിട്ട് കിടക്കാം എന്നുള്ളൊരു ഇതുണ്ട്? ഇപ്പം ഞാൻ ഒരുപാട് അങ്ങനെ താല്പര്യം ഇല്ലായെങ്കിൽ എന്നൊരു വാക്ക് തെറ്റായി. ആക്ച്വലി അത് എൻ്റെ പേടി കാരണമായിരുന്നു. കാരണം സിനിമ എപ്പോഴും ഇഷ്ടമാണ്. കാരണം അപ്പം മുതൽ നമ്മുടെ ഫാമിലി കുടുംബം ജീവിച്ചു പോകുന്നത് സിനിമ കാരണമാണ്. അപ്പോൾ സിനിമയോട് ഒരിക്കലും അങ്ങനെ ഒരു അനിഷ്ടം എനിക്ക് ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ ജീൻ്റെ കുഴപ്പമാണ്. എനിക്കൊരു സഭാകമ്പം ഉള്ള ഒരുത്തനായതുകൊണ്ട്, ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അഭിനയം ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് അത് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്തയും ഭയമൊക്കെ കൊണ്ടാണ് എനിക്കത് വേണ്ട. ഞാനത് ഇല്ല കുഞ്ഞിലെയൊക്കെ അതിലേക്കില്ല എന്നുള്ളൊരു പരിപാടിയിൽ നിന്നത്. പിന്നെ ഈ ബൈ ചാൻസ് ചട്ടമ്പിനാട് അഭിനയിച്ചപ്പോഴും സിനിമ അഭിനയിക്കുമ്പോഴൊക്കെ ആ ഒരു ഷെല്ല് പൊട്ടുക എന്ന് പറയുന്നില്ലേ, അതിനകത്തുനിന്ന് പുറത്ത് വന്നപ്പോൾ ഓക്കെ എനിക്കിത്
ചെയ്യാൻ പറ്റും എന്ന് എവിടെ ഒരു ധൈര്യം തോന്നി. അങ്ങനെ തീവ്രം എന്ന് പറയുന്ന സിനിമയിലാണ് സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു അതിൻ്റെ ഒരു പേപ്പറിൽ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒന്നുമില്ലാത്ത സ്ക്രിപ്റ്റ് മുതൽ തിയേറ്ററിൽ എത്തുന്നത് വരെയുള്ളൊരു 2.5 വർഷം രൂപേഷൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു. പല പ്രൊഡ്യൂസറെ അന്വേഷിച്ച് പോകുന്ന യാത്രകൾ, ഒരാൾ ഓക്കെ പറയുന്നു, ഒരാൾ റിജക്റ്റ് ചെയ്യുന്ന യാത്രകൾ, ആക്ടേഴ്സിനെ മെയിൻ ലീഡ് ആക്ടറിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓടിയ ഓട്ടങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം പുള്ളിയുടെ കൂടെ നിന്ന് കണ്ട് സിനിമ ഓണായി, ദുൽഖർ ഇന്നായി, സിനിമ ഓണായി, ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ പോയി കാണുന്ന ആ മൊമെൻറ്റ് വരെ എനിക്ക് ഫുൾ ആ സിനിമയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അവിടെ മുതലാണ് ഇത് ഒരു ക്രിയേറ്റീവായിട്ട് നമുക്കൊരു ആത്മസന്തോഷം തരുന്ന ഒരു ജോബാണെന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയാണെന്നുള്ളൊരു സാധനം കിട്ടിയപ്പോഴാണ് ഇതാണ് എൻ്റെ വഴി എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. തീവ്രം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡിസിഷൻ ലൈഫിൽ എടുക്കുന്നതൊക്കെ അപ്പോഴാണ്. എനിക്ക് ഈ പറഞ്ഞ സഭാഗമം ഇതൊന്നും അത് നല്ല രീതിയിൽ സിനിമ മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂ ഫസ്റ്റ് ആയിരിക്കും റിമി ചേച്ചിയുടെ കൂടെ പണ്ടത്തെ ഇന്റർവ്യൂവിൽ ഒന്നും പറയുന്നില്ല, ഭയങ്കര അത് ക്യാമറ ആയിരുന്നു താല്പര്യം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും സിനിമയിൽ തുറക്കുമ്പോൾ DOP ചെയ്യുന്ന അവിടെ അതൊക്കെ പോയി നോക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇനി അത് നടക്കുമെന്നല്ല, കാരണം അതിന് ഒരുപാട് നാളത്തെ പഠനം ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് അതിലേക്ക് അങ്ങനെ ഒരു ഫോക്കസ് കൊടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാരണം ടെക്നിക്കൽ ഇതാണല്ലോ, അതിനകത്ത് അത്രയും അപ്ഡേറ്റ് ആവശ്യമുണ്ട്. അതിനകത്ത് നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്ത് ഇന്നായിട്ട് നിന്നാലേ അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓക്കെ. നിങ്ങൾ രണ്ടുപേരെയും ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇപ്പോഴും സ്റ്റിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്, വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്ക് ഏത് പ്രൊഫഷൻ എടുത്താലും അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്താണ് രണ്ടുപേർക്കും? സിനിമ പറയുന്ന പോലെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലേ. അത് ഒരു കഥ ചെയ്യുമ്പോഴാണെങ്കിലും അഭിനയിക്കുമ്പോഴാണെങ്കിലും നമ്മൾ സ്ഥലത്ത് ചെല്ലുമ്പോഴാണെങ്കിലും ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, ആക്ടേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും, നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തല്ല നാളെ ഷൂട്ട് ചെയ്യുന്നത്, ഇന്ന് കാണുന്ന ആളുകളെല്ലാം നാളെ കാണുന്നത്. അപ്പോൾ ഒരുപാട് കൾച്ചറുകളും ഒരുപാട് ആളുകളെയും പരിചയപ്പെടാൻ സാധിക്കും. ആ ഒരു പുതുമ എപ്പോഴും നമ്മുടെ ലൈഫ് തന്നെ ഓരോരുത്തർ ഇപ്പൊ ലൈഫിൽ ഓരോ പ്രൊഫഷനിലുള്ളവരും അവരുടെ എന്താ പറയാ ഓരോ കഥാപാത്രങ്ങൾ തന്നെയായിട്ടാണല്ലോ ജീവിക്കുന്നത്. അമ്മയാവും, കുറച്ച് നാൾ ഒരു മകളായിരിക്കും, അമ്മയായിരിക്കും, ഭാര്യയായിരിക്കും, ഇതൊക്കെ ഓരോ കഥാപാത്രങ്ങൾ എടുത്തിട്ടാണ് ജീവിച്ചു പോകുന്നത്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം മാറി മാറി ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ഓൾ എല്ലാവരും അഭിനയിക്കുക തന്നെയാണ്. മീൻ ഒരു അങ്ങനെയല്ല, ഭയങ്കര ഇതിൽ പറയുവാണെങ്കിൽ ഫിലോസഫിക്കലി പറയുകയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഓരോരോ സ്റ്റേജസ് ആണ് ഓരോരുത്തരുടെ. അപ്പോൾ ചിലർ അത് സ്ഥിരമായിട്ട് തന്നെ അത് തന്നെ ഞാൻ പോലീസായി കള്ളനായി ചെയ്തു പോകുന്നുണ്ടോ, സ്ഥിരമായിട്ട് അത് തന്നെയല്ല സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ഒരു ഭാഗ്യം. ആർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ഇമോഷൻസും ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരൊറ്റ സിനിമയിൽ വേറൊരു കഥാപാത്രമായിരിക്കും. ചിലപ്പോൾ ചിലത് ഞാൻ ആഡ് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ ഡോക്ടറായിട്ടും അങ്ങനെയൊക്കെ മാറി മാറി പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആകുമ്പോൾ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. ഫ്രഷ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ളൊരു സിനിമ ഭയങ്കര രസമുള്ളൊരു ഫീൽഡാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തന്നെ നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാം. അതിൽ നിന്ന് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാന്ന് പറയുന്നതാണ് സിനിമ. പറഞ്ഞു കൊതിപ്പിക്കുക. ചിലർ എത്രയോ കോർപ്പറേറ്റുകളിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല, മന്ത്ലി സാലറി കാര്യങ്ങളൊക്കെ വരുമായിരിക്കും, പക്ഷെ അവർ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് ചോദിച്ചാൽ ചിലർ മാത്രമായിരിക്കും അത് ആ ഒരു എന്താ പറയുക അനുഭവിക്കുന്നത്. സിനിമക്കാർക്ക് എപ്പോഴും ഓരോ സിനിമ സെറ്റും അല്ലെങ്കിൽ ഓരോ കഥാപാത്രങ്ങളും ഒരു കിക്കാണ്. അത് കഴിയുമ്പോൾ വേറെ റോളിലോട്ട് മാറാം. ഒരു വലിയ ഭാഗ്യല്ലേ. ഓക്കെ. ഞാൻ അതുപോലെ ചേച്ചിയെ കാണുന്ന ഫസ്റ്റ് അലമാര ഫസ്റ്റ് സിനിമ, അതിൽ പക്ഷെ കാണുന്നതിന് മുൻപേ ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ ആളെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയില്ല, എനിക്ക് തോന്നുന്നു ആൽബത്തില് വയലും ഞാൻ ആ ഒരു സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ള എന്നൊരു സംഭവമായിരുന്നു. ഇപ്പോഴും അതിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ടോ? പിന്നെ ഇപ്പോഴും എൻ്റെ അടുത്ത് ചിലർ ഇപ്പോഴും ഈ കാതലിന്റെ റൈറ്റർ ആദർശയുടെ കാതൽ എന്ന് പറഞ്ഞ മൂവിയുടെ റൈറ്റർ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു സമയം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് ഇപ്പോഴും അത് കേൾക്കാറുണ്ട്, ഏലോ എന്ന് പറഞ്ഞ സോങ് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഞാൻ പെട്ടത് ഷോക്കായി പോയി. ഇവരൊക്കെ ഇപ്പോഴും കേൾക്കുന്ന ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ഇപ്പോഴും കാണുമ്പോഴൊക്കെ എന്റെ അങ്ങനത്തെ വർക്കുകൾ പറയുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരു സന്തോഷമുള്ള. സോഷ്യൽ മീഡിയ ഒന്നും ഭയങ്കരമായിട്ട് ഇല്ലാത്തൊരു ഫേസ്ബുക്കിലായിരുന്നു അത്. ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ അല്ല, എനിക്ക് ഇപ്പോഴും അതിനെ പറ്റി ഇപ്പോഴും വരുന്നുണ്ട് മെസ്സേജ് അല്ലെങ്കിൽ ടാഗ് വരാറുണ്ട്. ആ ഒരു വിഷ്വൽ ഇട്ടിട്ടുള്ള ചിലതൊക്കെ എനിക്ക് വരാറുണ്ട് ഇപ്പോഴും. ഈ സോഷ്യൽ മീഡിയ പറയുമ്പോൾ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എപ്പോഴും എന്താ പറയാ ആക്റ്റീവായി നിൽക്കണം, എല്ലാം ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക്? അല്ലെങ്കിൽ കുറച്ചു കാലം ഇല്ലാകുമ്പോൾ ഒരു അടുത്ത ഇന്റർവ്യൂവിൽ വന്നിട്ട് ചോദ്യം
ഇപ്പൊ കുറച്ചു കാലം കാണാതിരുന്ന അടുത്ത ഇന്റർവ്യൂല് സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലല്ലോ അതെടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, ഞാൻ ഒട്ടും ആക്റ്റീവ് അല്ല. ഇപ്പോഴത്തെ പല കറന്റ് മറ്റേ നമ്മൾ ചില റീൽസ് ഒക്കെ ഞങ്ങളൊരു ഗ്രൂപ്പ് ആണല്ലോ, ഇവിടുന്ന് അതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ആള് ചോദിക്കും ആള് അതെന്താ സംഭവം, അത് ആരാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ ഇതാണ് ആള്. അയാള് ഭയങ്കര പ്രിറ്റി ഫേമസ് ആയിരിക്കും ആ സമയത്തൊക്കെ. ഈ റീലിലൊക്കെ ചിലർ ആണല്ലോ, നമ്മൾ പറയുമ്പോ ഇപ്പോഴും പലരും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അത് എനിക്ക് എന്തോ ഈ ഏതായാലും ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര ഹിറ്റ്. ഒരു മിനിറ്റ്, മസനഗുഡി വഴി ഊട്ടിയിലേക്ക് അറിയില്ലായിരുന്നു ഞങ്ങളെല്ലാരും കൂടെ അന്ന്. അത്രയും ബാക്കിലാണ് കാണുന്നില്ല. എന്റെ ബ്രദറിന്റെ അടുത്ത് ചോദിച്ചാ എന്താ രാകേഷ് ഈ മസനഗുഡി വഴി ഊട്ടി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ചേട്ടനെ നീ ലോകത്തൊന്നല്ലേ, അത്രയും ഫേമസ് ആയ ഒരു സംഭവം അറിയില്ല. പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ സോഷ്യൽ മീഡിയ കാണുന്നത് സത്യമാണ് പറഞ്ഞത്. പ്രാക്ടിക്കലി പറയണെങ്കിൽ എല്ലാവരും അതിൽ ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറയും. അപ്പം പക്ഷെ ഞാനെപ്പോഴും സോഷ്യൽ മീഡിയ മാത്രമല്ല, ഞാൻ ചെയ്യുന്നത് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാനാണ് താല്പര്യം. അല്ലാതെ വെറുതെ ആർക്കെങ്കിലും വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ എപ്പോഴും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അങ്ങനെ. എനിക്കിഷ്ടം. ചിലർ പറയും ചില പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഈ സമയത്തൊക്കെ ഇട്ടാൽ നല്ല റീച്ചാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഭയങ്കര കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരും അതിനെ കാണുന്നവരൊക്കെ ഉണ്ട്. ഞാനെപ്പോഴും എൻ്റെ ഇഷ്ടത്തിനാണ്, എനിക്ക് തോന്നുന്ന സമയത്തായിരിക്കും, എനിക്ക് ഇഷ്ടമുള്ള സ്റ്റോറീസ് ആയിരിക്കും. എനിക്ക് ചിലത് കണ്ട് ഞാൻ ഫോട്ടോ എടുത്തിടാന്ന് തോന്നുന്നത് അത് എൻ്റെ ഇഷ്ടമാണ്. അവൻ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നതാണ്. ഞാൻ ഇപ്പോഴും ഇന്ന് വരെയും സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ നോക്കൂ, ഏട്ടന് ഞാൻ ഈ നിവേദ്യം കഴിഞ്ഞ ഉടനെ കുറെ ലെറ്റേഴ്സ് വന്നിരുന്നു എന്ന് കണ്ടിരുന്നു. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ മെസ്സേജും കോളൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ ചേട്ടന് സിനിമ കഴിഞ്ഞപ്പോൾ അങ്ങനെ ലെറ്റേഴ്സോ കോളോ എന്തെങ്കിലും വന്നിരുന്നോ? സിനിമ കണ്ടിട്ട് മെസ്സേജസ് ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട്, അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചേട്ടനൊക്കെ വന്ന പോലെ അങ്ങനത്തെ ലവ് ലെറ്റേഴ്സും അങ്ങനെയൊന്നും എനിക്കൊന്നും മറ്റു മെസ്സേജ് അല്ല ചേട്ടാ അങ്ങനെയൊന്നുമില്ല. സിനിമ കണ്ടിട്ട് അപ്പൊ നമുക്ക് അതാ പറയാം, നേരത്തെ ഈ പറഞ്ഞ ഒരു സഭാഗം പോലെ എനിക്കത് ഇപ്പോഴും ഉണ്ട്. എനിക്കൊരു പരിചയമില്ലാത്ത ഒരാള് ചിലപ്പോൾ നമ്മുടെ സിനിമ കണ്ടിട്ടായിരിക്കും ആ സിനിമയുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അടുത്ത ഒരു കോൺവെർസേഷനിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എനിക്കതൊരു എന്താ പറയുക, എനിക്ക് അറിയില്ലല്ലോ ഇയാളെ എന്നുള്ളൊരു സാധനത്തിൽ ചിലപ്പോൾ ഞാൻ അവിടെ ബ്രേക്ക് ചെയ്യാറുണ്ട്. അത് ഞാൻ ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാതെ പോകുന്നത് അത് ഇഷ്ടക്കേടുകൊണ്ടല്ല, പക്ഷെ അത് എന്റെ ചമ്മലം കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്താ ഇനി പറയേണ്ടത് എന്നുള്ളൊരു ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇതിനകത്ത് കൂടെ. ഓക്കെ, ഇനി സിനിമയ്ക്ക് തന്നെ തിരിച്ചു വരുമ്പോ ബിഗ് ബെൻ എന്താണ് ആ ഒരു ടൈറ്റിലിന്റെ പിന്നിലുള്ളത്? ബിഗ് ബെൻ ശരിക്കും ആ ലണ്ടനിലെ ക്ലോക്ക് ടവർ ആണ് അതിൽ കാണുന്നത്. അതാണല്ലേ അതിന്റെ പേരാണ് ബിഗ് ബെൻ. ഞങ്ങൾ ഇവിടെ അത് പറഞ്ഞു, എന്തായിരിക്കും അത്? അപ്പൊ നമ്മുടെ ടൈറ്റിൽ ഫോണ്ടിലും ഉണ്ട് ക്ലോക്ക് ടവറിലേക്കാ പോകുന്നത്. അപ്പം ലണ്ടനിലെ ഒരു ഡെയിലി ലൈഫ്, അവിടുത്തെ എല്ലാവരും ഒരുപാട് പേര് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ ടൗണിലൂടെ നടക്കുമ്പോൾ ഈ ക്ലോക്ക് ടവറിലെ സമയം നോക്കുന്നത്, അവരുടെ എല്ലാവരുടെയും ഒരു സമയം നോക്കുന്നത് പെട്ടെന്ന് എവിടെ നിന്നാലും അത് കാണാം. അപ്പം അങ്ങനെ സമയത്തിന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മുടെ ഈ സിനിമയിലും ടുവേർഡ്സ് ക്ലൈമാക്സ് വരുമ്പോൾ ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു സമയം ടൈം സ്പേസിൽ നടക്കുന്ന ഒരു കുറച്ച് പേരുണ്ട്. അപ്പൊ അത്രയും കണക്ഷൻ ഉണ്ട് ബിഗ് ബെൻ. അതാണ് നമ്മൾ ബിഗ് ബെന്നും. അവിടുത്തെ ഒരു ഷൂട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ലണ്ടനിലെ? നല്ലൊരു നല്ല ലൊക്കേഷൻ അല്ലേ, നമുക്ക് എവിടെ തിരിഞ്ഞാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉള്ളൂ, ഒരു മോശം സ്ഥലം കാണുന്നില്ല. അതാണ് എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിംസ് ആണ്, നമ്മൾ പോയി നിന്നാ മതി. അപ്പം ഇവൻ ഞങ്ങൾക്കൊരു സോങ് ഉണ്ട് ഇതില്. സോങ്ങിലൊക്കെ നമ്മൾ കരൺ ജോഹർ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വിഷ്വൽസ് ആണ് സോങ്ങിലുള്ള. നമ്മൾ ഫ്രെയിംസ് ഒരു വെച്ച് നമ്മൾ ചുമ്മാ പോയി നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അണ്ടറായിട്ടുണ്ട്, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്, എവിടെ തിരിഞ്ഞാലും നല്ല ഫ്രെയിംസ് ആണ്. അപ്പൊ അതൊരു വലിയ ലക്ക് ഫാക്ടർ. നമുക്കത് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഒരു വലിയൊരു ഭാഗ്യം. ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു. അവിടെ മലയാളീസ് ഉണ്ട്, അവിടെ കൂടുതലും മലയാളീസ് ആണ്. അപ്പൊ നമ്മൾ വിചാരിച്ചത് UK എങ്ങനെയാണെങ്കിലൊക്കെ നടക്കാം, ഐ മീൻ ഇവിടെ അങ്ങനെ നടന്നാൽ ബുദ്ധിമുട്ടെന്ന് അതിന്റെ ആ ഒരു പീക്ക് ലെവലല്ല ഞാൻ പറയുന്നത്. നമുക്ക് എന്നാലും വേറൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ ആരും ഇല്ല എന്നുള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ. ചുമ്മാ ഇവിടെ ആർക്കും അറിയില്ല, ചുമ്മാ അങ്ങനെ നടക്കാം എന്നൊക്കെ പറയുമ്പോഴും ചിലരൊക്കെ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. അപ്പൊ അത്രയും കൂടുതലും മലയാളീസ് ആണ്. നമ്മൾ എവിടെ പോയാലും മലയാളി ഇല്ലാത്തൊരു നാടില്ലല്ലോ. അപ്പം UK ഒത്തിരി കൂടുതലും മലയാളീസ് ഉണ്ട്. അല്ല, അതേസമയം അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് അവിടെ പോയപ്പോൾ. അപ്പൊ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെങ്കിലും എല്ലാ സിനിമയിലും നമ്മൾ ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ പെർമിഷൻ കിട്ടാത്ത ഏരിയ പോലും. ഇപ്പൊ ഡബ്ലിൻ എയർപോർട്ട് ഒന്നും ഒരു സിനിമയിലും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ പെർമിഷൻ കിട്ടാൻ പാടാണ്. അപ്പൊ ഇവരൊക്കെ അവിടുത്തെ സിറ്റിസൺസ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് ഒരു കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് അവർക്ക് കുറെ നമുക്ക് ഫ്രഷ് ലൊക്കേഷൻസ്, ഇതുവരെ സിനിമകളിൽ വരാത്ത കുറേ ലൊക്കേഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അയർലൻഡ് ആയിക്കോട്ടെ,
ഡബ്ലിൻ, ലിവർപൂളും മാഞ്ചസ്റ്ററും ഒക്കെ ഒരുപാട് രസമുള്ള സ്ഥലങ്ങളൊക്കെ. പ്രേക്ഷകർക്കും പുതിയ ലൊക്കേഷനൊക്കെ കാണാനുള്ളൊരു പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗ് സ്ക്രീനിൽ കാണേണ്ട മൂവിയാണ് ഇത്. ശരിക്കും ഒരു OTT-ൽ അങ്ങനെ അതിന് വരുന്നതിന് മുന്നേ അതല്ലെങ്കിൽ അത് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇതൊരു ബിഗ് സ്ക്രീനിൽ ഇത്രയും ത്രൂ ഔട്ട് UK കാണിക്കുന്ന വിഷ്വലാണ്, അത്രയും വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു മൂവിയാണ്. അപ്പം ഒത്തിരി പേർക്ക് അത് കാണാനും ആസ്വദിക്കാനും പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഈ സമയം. ഓക്കെ, അപ്പോൾ ലാസ്റ്റിലേക്ക് പോകും ഞാൻ കഴിച്ചു തീർത്തു തരാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ത്രില്ലർ സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മുടെ ബിഗ് ബെൻ ഇറങ്ങാൻ പോവാണ് 28-ന്, ജൂൺ 28-ന്. അപ്പോൾ ഇത്രയും ത്രില്ലർ സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് എന്ന നിലയിൽ എന്താണ് പ്രേക്ഷകരോട് രണ്ടുപേർക്കും പറയാനുള്ളത്? പ്രേക്ഷകരോടൊന്നുമില്ല, 28-ന് സിനിമ റിലീസ് ചെയ്യാണ്. അതൊരു ഫാമിലി ഡ്രാമ ത്രില്ലർ, അത് എല്ലാവർക്കും നമുക്ക് എൻജോയ് ചെയ്ത് ടെൻഷൻ അടിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ അതിനൊരു കുറവും വരാതെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു ഔട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കണ്ട് അഭിപ്രായം. ജൂൺ 28-ന് റിലീസ് ചെയ്യുന്നത്. അപ്പം ജൂൺ 28-നും പിന്നെ ഇനി അവിടെ നിന്നുള്ള ദിവസങ്ങളിലൊക്കെ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ മാക്സിമം ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം കാണുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇത്രയും ലേറ്റ് ആയിട്ടും നീ ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. സിനിമയുടെ സക്സസിന് ശേഷം നമുക്ക് വീണ്ടും കാണാൻ കഴിയട്ടെ. താങ്ക് യു. താങ്ക് യു.